ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞങ്ങൾ ചെറിയൊരു യാത്രയിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം? പിന്നെന്താ പറയാന്? ഒന്നുമില്ല പറയാന്. അപ്പൊ ഞങ്ങൾ ചെറിയൊരു യാത്രയിലാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും ഞങ്ങളെ ഫാമിലി ഇതാണ്. എല്ലാവരും ഞങ്ങളെ ഫാമിലിനെ കണ്ടില്ലോ എന്ന് പറയുന്നുണ്ടല്ലോ. ഇതാണ് ഞങ്ങളെ ഫാമിലി കേട്ടോ, എന്റെ ഫാമിലി. പിന്നെ നിങ്ങൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ക്രിസ്മസിൻ്റെ രാത്രിയായി. അപ്പോൾ നാളെയുള്ള വീഡിയോസ് ആകുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും 1000 ക്രിസ്മസ് ആശംസകൾ കേട്ടോ. ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഞങ്ങൾ യാത്ര പോവുകയാണ്, ചെറിയൊരു യാത്രയാണ്. അത് ഞങ്ങൾ മലമ്പുഴയ്ക്കാണ് കേട്ടോ പോണേ. പിന്നെ എൻ്റെ വീട് ഞങ്ങളെ സ്വന്തം വീട് മണ്ണാർക്കാടാണ് പറഞ്ഞിട്ടില്ലേ, അവിടേക്ക് പോവാണ് കേട്ടോ. ഞങ്ങൾ പോണ വഴിയിൽ തന്നെയാണ് കേട്ടോ മലമ്പുഴ. അപ്പോൾ മക്കൾക്കൊക്കെ ഒന്ന് എൻജോയ് അടിക്കാൻ വേണ്ടി പോവുക. കുറേ വർഷം മുമ്പ് കണ്ടതാണ് കേട്ടോ മലമ്പുഴ. എല്ലാതും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മലമ്പുഴ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അതും ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അല്ലേ, അപ്പോൾ അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് പോയി കണ്ടാലോ പറഞ്ഞിട്ട് ഇക്കാൻ അങ്ങ് റൂട്ട് മാറ്റിയതാണ് കേട്ടോ ഞാൻ. അപ്പോൾ വല്ലാതെ വിശപ്പുണ്ട് കേട്ടോ. ഹോട്ടൽ ഇങ്ങനെ തേടുന്നു, ഒരു ഹോട്ടൽ പോലും കാണില്ല കേട്ടോ. അപ്പോൾ ഈ വാളയാർ ഭാഗത്തുനിന്ന് ഉള്ളിൽ കൂടി പോകുമ്പോൾ ഭയങ്കര ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ. ഹോട്ടലൊന്നും കാണാനില്ല. അങ്ങനെ ഞങ്ങൾ പോയി മലമ്പുഴയിലെത്തിട്ടോ. അങ്ങനെ പോയി ഞങ്ങൾ മലമ്പുഴയിലെത്തി. കാർ പാർക്കിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. ഫുഡ് അടിക്കാൻ ഭയങ്കര വിശപ്പെട്ടോ. അപ്പോൾ ഫുഡ് അടിക്കേണ്ട, കാറ് നിർത്തിങ്ങാണ്ട് ഫുഡ് അടിക്കേണ്ട ഭാഗത്തേക്ക് ഞങ്ങൾ പോവാണ് കേട്ടോ. അങ്ങനെ ഒരു ചെറിയൊരു ഹോട്ടൽ കണ്ട് അവിടുന്ന് ഫുഡിന് ഓർഡർ ചെയ്തു. ഞാൻ വെള്ള റൈസാണ് കേട്ടോ ഓർഡർ ചെയ്ത. ബീഫ് ബിരിയാണി, മോള് ചിക്കൻ ബിരിയാണി. ഞാൻ മോനക്ക് വേണ്ടിയിട്ട് വെള്ള റൈസ് ഓർഡർ ചെയ്തു കേട്ടോ. പക്ഷേ മോന് പറഞ്ഞു എനിക്ക് ബിരിയാണി തന്നെ മതിയെന്ന്. എരിവില്ലാത്ത ബിരിയാണിയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് അടിച്ചു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി ഞങ്ങൾ അങ്ങനെ നടക്കണം കേട്ടോ. ഈ നടത്തണ്ട് തുടങ്ങിയിട്ട് മക്കളെ തിരിച്ച് വരുന്നവരെ ഈ നടന്ന് ഒരു വഴിയായിട്ടോ ഒരുപാട്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട്, ടിക്കറ്റ് വലിയവർക്ക് 30 രൂപ, ചെറിയ കുട്ടികൾക്ക് 10 രൂപ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയതും ഞാൻ അത്ഭുതപ്പെട്ടു കേട്ടോ. പണ്ടത്തെ മലമ്പുഴയല്ല കേട്ടോ, പണ്ട് സൂപ്പറായിട്ടുണ്ടായിരുന്നു മലമ്പുഴ. ഇപ്പോൾ എല്ലാ ഭാഗത്തു കൂടിയും എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ എന്നിട്ട് പറഞ്ഞു, അയ്യേ മലമ്പുഴ എങ്ങനെ ആഴോന്ന് ഞാൻ ഇക്കാനോട് പറഞ്ഞു കേട്ടോ. ക്രിസ്മസ് ഒരു ന്യൂ ഇയർ ഒക്കെ വരികയല്ലേ, അപ്പോൾ ഒന്ന് മലമ്പുഴ കുറച്ച് ആ തൊട്ടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് രസമുണ്ടാവും. ഇതൊന്നുമില്ല കേട്ടോ, വെയിലത്ത് ഇങ്ങനെ ഉണങ്ങി കരിച്ചിങ്ങനെ കിടക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ നടന്ന് ഞങ്ങൾ ക്ഷീണിച്ചപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. ഇരുന്ന ടൈമിൽ തന്നെ കുറേ കിളികളുണ്ടായിരുന്നു മേലെ. അങ്ങനെ നോക്കി നിന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങിട്ടോ. ഒരുപാട് നടക്കാൻ ഉണ്ട് കേട്ടോ. ഈ പരന്ന് കിടക്കുന്ന ഭൂമി ഒരു മുന്നേറ്റമില്ല കേട്ടോ. ജനക്കൂട്ടാണ് ചെയ്യലോ. പോകുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല, വരുമ്പോൾ ഇങ്ങോട്ട് മലമ്പുഴ നിറഞ്ഞിരിക്കും. എന്തിനാ അങ്ങനെ ജനങ്ങൾ വരുന്നു ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. കാരണം മലമ്പുഴ എന്ന് പറയുന്നത് നല്ലൊരു മലമ്പുഴയായിരുന്നു പണ്ട്. പക്ഷേ ഇപ്പോൾ ഭയങ്കര മോശമാണ് കേട്ടോ. മോശം പറഞ്ഞു എന്നല്ല, ഒന്നുമില്ല കാണാൻ. സത്യം പറഞ്ഞാൽ നിങ്ങളെ നോക്കി വരണ്ട് കിടക്കണ്. വരണ്ട് കിടക്കണേ കൂടിയൊക്കെ വെള്ളം ഒഴിച്ച് വിട്ട് കാണിച്ച് ഉഷാറായിട്ടുണ്ടാവും. ഇത് വെള്ളമൊന്നുമില്ല കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ ബോട്ടിൻ്റെ ഇതുണ്ട്, അതേമാതിരി മേലെ ഇങ്ങനെ പോണൊരിതില്ലേ അതുണ്ട്. അതൊക്കെ എൻജോയ് ആണ്. ഓരോ ക്രിസ്മസൊക്കെ ആയാൽ അതിലൊക്കെ ഒന്ന് വെള്ളം വിട്ടാൽ എത്ര നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങനെ നടന്ന് ഒരു ഭാഗത്തേക്ക് എത്തിട്ടോ. ക്രിസ്മസ് ആയിട്ട് ഭയങ്കര തിരക്കുണ്ട് കേട്ടോ മലമ്പുഴയിൽ. എന്താ ഒരു തിരക്കെന്നറിയോ കേട്ടോ. സത്തു ഹാപ്പി ആയില്ലേ? ഇതിലൊക്കെ വെള്ളം ഉണ്ടാകണേന് കേട്ടോ. ഇതൊക്കെ കാലിയായിട്ടുണ്ട് അല്ലേ, വെള്ളേ വിട്ടിട്ടില്ല. ഒറിജിനൽ സൗണ്ട് കൊടുക്കാന്ന് മേലെ ഇങ്ങനെ പോണതില്ല, അവിടെ നിന്ന് ഇങ്ങനെ പാട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. പാട്ട് വോയിസ് കേട്ടാൽ ഈ യൂട്യൂബിന് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ഞാൻ ആ വോയിസ് അങ്ങ് കട്ടാക്കിട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്ന് വീണ്ടും ഞങ്ങൾ ഇരുന്നു കേട്ടോ. നടന്ന് ഇരുന്ന് ഒരു വിധത്തിലായിട്ടോ. ഇനി അതോ
അക്കരെ എത്തിക്കഴിഞ്ഞാൽ യക്ഷിനെ കാണാൻ കഴിയും കേട്ടോ. ഇവിടെ ഒരു യക്ഷിയുണ്ട്. അങ്ങനെ ഞങ്ങൾ തൂക്കുപാലം കയറിട്ടോ അക്കരെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു യക്ഷിയുണ്ട്. ആ യക്ഷിനെ കാണാം കേട്ടോ. ആ യക്ഷിനെ കാണുന്ന സ്ഥലത്ത് കുറേ പേര് കണ്ട് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നാണക്കേടായി, ഇക്കാക്ക് നാണക്കേടായി. ഞങ്ങളങ്ങനെ പോയിട്ടോ. ഒന്നും കാണാത്ത പോലെ, കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പറഞ്ഞ പോലെ ഞങ്ങളങ്ങ് പോയിട്ടോ. അവിടെ കണ്ടോ കുറേ ജനങ്ങൾ. അവിടെ ബോട്ടിൻ്റെ ഒരു ഇതാണ് കേട്ടോ, ബോട്ട് കയറുന്ന സ്ഥലമാണ്. അങ്ങനെ യക്ഷിയുണ്ടോ അടുത്ത് പോയി എടുക്കാനൊക്കെ ഒരു കൊതി ഉണ്ടായിരുന്നു. പക്ഷെ എടുത്തില്ല കേട്ടോ. കാരണം അറേ ജനങ്ങൾ അവിടെ അങ്ങനെ നോക്കി നിൽക്കണുണ്ടില്ലേ. അത് കണ്ടതും ഇക്ക പറഞ്ഞ് പോരേന്ന്. അങ്ങനെ ഞങ്ങൾ പോയിട്ടോ. പോയി വെറും നടത്തം തന്നെയാണ് കേട്ടോ. ഇവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. എൻജോയ് അടിക്കാൻ ആ ബോട്ടിലൊക്കെ ഒന്ന് കയറാം, മേലെ പോകണം, അതിലൊന്ന് കയറാം. പക്ഷെ മലമ്പുഴ പണ്ടത്തെ മലമ്പുഴയേ അല്ല. പണ്ട് എന്തൊരു സുന്ദരമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ. അങ്ങനെ കുറേ കടകൾ കണ്ടപ്പോൾ ഓരോരോ ഐസ് വാങ്ങി കഴിച്ചു കേട്ടോ. ഐസ് പണ്ട് കാലത്ത് ചെറുപ്പത്തിൽ കഴിച്ചൊരു പൂതിയാണ് കേട്ടോ. അത് ഞാൻ വാങ്ങി കഴിച്ചു. മോള് ചോക്കോബാർ, മോന് ഐസ്ക്രീം കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ കുറേ നടന്ന് കാലൊക്കെ വേദനിക്കുന്നുണ്ട്. അങ്ങനെ ഈ കുന്ന് കയറണം, ഈ സ്റ്റെപ്പ് കയറിയിട്ട് മേലെത്തണം. അപ്പം നമുക്ക് ഡാം കാണാം കേട്ടോ. അങ്ങനെ അതിനും ക്യൂ നിന്ന് അങ്ങനെ അതും കയറിയിട്ടോ. ഒക്കെയും ക്യൂ ആണ് കേട്ടോ. ജനങ്ങളോട് കണ്ണ് കാണില്ല. എന്താ ഈ ജനങ്ങൾ കണ്ടിക്കണേ ഇവിടെയൊക്കെ. എനിക്കത് എൻജോയ് ആയിട്ട് തോന്നിയില്ല കേട്ടോ. കൊച്ചിയിലൊക്കെ പോയി എൻജോയ് അടിക്കായിരുന്നു. പക്ഷെ മലമ്പുഴ കാഞ്ഞിരപ്പുഴയിനേക്കാളും മോശമാണ് കേട്ടോ. എൻ്റെ ഒരു ഇത് ഞാൻ പറയും, ഞങ്ങൾ കാഞ്ഞിരപ്പുഴയിൽ പോയാൽ ഭയങ്കര രസമാണ് കേട്ടോ. നല്ല പച്ച പുതച്ച പോലൊരു സ്ഥലം, നല്ല രസമാണ്, വെള്ളങ്ങളും കാര്യങ്ങളൊക്കെ. പക്ഷേ മലമ്പുഴ വരണ്ട് കിടക്കണം. എത്രയും വെള്ളം ഉണ്ടായിട്ടാ. ഇതിൽ കൂടിയൊക്കെ ഒന്ന് വെള്ളം വിട്ടിട്ട് ഉഷാറായിട്ട്, അതും ക്രിസ്മസ് ന്യൂ ഇയർ അല്ല, അടിച്ച് പൊളിച്ച് ജനങ്ങളിങ്ങനെ പറന്ന് വരും. അപ്പോൾ അതൊന്ന് വിട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. ഇതൊന്നുമില്ല, ഉണങ്ങി കലിച്ച് കിടക്കണം എല്ലാ ഭാഗം കേട്ടോ, വരണ്ട് കിടക്കണ്. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി മക്കളെ. മുകളിലെത്തി ഞങ്ങൾ അടിപൊളിയാണ് കേട്ടോ. മുകളിൽ ഈ വെള്ളം കാണാൻ സൂപ്പറാണ് കേട്ടോ. ഈ വെള്ളം കാണാൻ വേണ്ടിയിട്ട് ഈ വെള്ളം തന്നെ പ്രത്യേകിച്ച് നല്ല രസം കേട്ടോ. പക്ഷേ മുഖ ഷേപ്പ് ഒന്നും മാറിയിട്ടില്ല, അതേമാതിരി തന്നെ, ഒരു മുന്നേറ്റമില്ല കേട്ടോ. അങ്ങനെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്ത് എൻജോയ് എന്ന് പറയുന്ന അത്ര എൻജോയ് ഒന്നുമില്ല കേട്ടോ. നടന്ന് കാലൊക്കെ പറ്റ പോയിട്ടോ. കാലിൻ്റെ പണിയൊക്കെ പോയി. എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ നടക്കാതിരുന്നിട്ടേ ഇത്രയും തോന്നിയ നടക്കാൻ തന്നെയുള്ളൂ കാര്യമായിട്ട് ഇവിടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ പുഴയൊക്കെ നോക്കി നിന്ന് എൻജോയ് ചെയ്തു കേട്ടോ. പുഴ നോക്കി നിൽക്കാൻ വല്ലാത്തൊരു വൈബാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ ഈ പുഴനെ ഇങ്ങനെ നോക്കി നിൽക്കാൻ. അങ്ങനെ ഞങ്ങൾ പുഴനെ നോക്കി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് നേരം ഇങ്ങനെ ആസ്വദിച്ച് നിന്നു കേട്ടോ. ഇതാണ് മലമ്പുഴ, കണ്ടോ. അങ്ങനെ അവിടുന്ന് താഴത്ത് നമുക്ക് മലക്ക് കയറുന്ന മാതിരി സ്റ്റെപ്പ് കയറാനും ഉണ്ട് ഇറങ്ങാനും ഉണ്ട് കേട്ടോ. അതൊക്കെ കയറി ഇറങ്ങി ഞങ്ങളങ്ങനെ പോവാണ് കേട്ടോ. കുട്ടികൾ കളിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് മോനെയും കൊണ്ട് അങ്ങനെ പോയി. എന്തോരം ജനങ്ങൾ, എന്തിനാണ് കുറച്ചെങ്ങാനും ജനങ്ങൾ ക്രിസ്മസ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മോനക്ക് ഇങ്ങനത്തെ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവിടെ കളിപ്പിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാവും, ആകെ ബോറാവും. ഇത്രയും നടന്നതിന് കുറച്ചൊക്കെ ഒന്ന് മോനെയും കളിപ്പിക്കണം. അല്ലെങ്കിൽ ഞാൻ അവിടെ കയറി കളിച്ചു കേട്ടോ. മോന് കളിച്ചാൽ പിന്നെ അവിടുന്ന് വേറിടില്ല കേട്ടോ. അവിടുന്ന് വരാനേ അവനക്ക് തോന്നില്ല. അവനക്ക് കളിക്കണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് അവന് കളിച്ച് ഞങ്ങളവിടെ റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. രാത്രിയായി, നല്ല ലൈറ്റൊക്കെ കണ്ടോ. അങ്ങനെ ഞങ്ങൾ പോണ ടൈമിൽ ജനങ്ങളിങ്ങനെ അടിച്ച് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മലമ്പുഴയോട് ടാറ്റാ ബൈ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.